ദോഷകരമായ ദീർഘായുസ്സിൻ്റെ രഹസ്യം എന്താണ്? പണമാണോ? ഇന്നത്തെ ജോലിയും സ്ഥാനമാനങ്ങളുമാണോ? കൃത്യമായ വ്യായാമവും ആരോഗ്യത്തിൻ്റെ സ്വസ്ഥതയുമാണോ? പോഷകസമൃദ്ധമായ ഭക്ഷണമാണോ? എന്താണ്? ഇതൊന്നുമല്ല എന്നാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാല പ്രസിദ്ധീകരിച്ച ദീർഘപഠനത്തിൻ്റെ കണ്ടെത്തൽ. 1938 തുടങ്ങിയ പഠനമായതുകൊണ്ടാണ് ദീർഘപഠനമെന്ന് പറഞ്ഞത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. സന്തോഷം വരുന്നത് നല്ല ബന്ധങ്ങളിൽ നിന്നാണെന്നാണ് പഠനം കണ്ടെത്തിയത്. സ്നേഹിക്കുന്നവർക്കൊപ്പം ജീവിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജോലി സ്ഥലത്ത് മനസ്സിനിണങ്ങിയവരുണ്ടെങ്കിൽ ജോലി എളുപ്പമാവും. ആണായാലും പെണ്ണായാലും ലോകം നിറയെ സ്നേഹമാണെന്ന് തോന്നും. ആ തോന്നൽ അവർക്ക് സന്തോഷം നൽകുന്നു. പ്രണയം മനസ്സിൽ നിറയുമ്പോൾ ചിലപ്പോൾ അതൊരു മൂളിപ്പാട്ടായി പുറത്തു വരും, മറ്റു ചിലപ്പോൾ ഒരു മധുര ഗാനം തന്നെയാവാം. ഈ സിദ്ധാന്തം വലിച്ചു നീട്ടിയതാണ് സിനിമയിലെ പ്രണയഗാനങ്ങൾ. പ്രണയങ്ങൾ പ്രണയിനികളുടെ മനസ്സിലെ സന്തോഷം ഗാനമായി വഴിഞ്ഞൊഴുകുന്നു. നിത്യജീവിതത്തിൽ സിനിമയെപ്പോലെ പരസ്യമായ വഴിഞ്ഞൊഴുകലില്ലെങ്കിലും ആരോടും ബന്ധപ്പെടാനാവാതെ ഏകാന്തതയിൽ ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തുഷ്ടരെന്ന് പഠനം കണ്ടെത്തി. സന്തുഷ്ടരല്ല, അസന്തുഷ്ടർ. ഒറ്റയ്ക്ക് ദീർഘദൂരം വാഹനം ഓടിക്കുന്നവരും രാത്രി ഡ്യൂട്ടിയിലുള്ള സെക്യൂരിറ്റിമാരൊക്കെ സന്തോഷമില്ല എന്ന് പഠനം പറയുന്നു. ശരിയാണല്ലോ, നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം. ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഭക്ഷണ വിതരണ ജോലിയിലും ഇതേ ഏകാന്തത തന്നെയാണുള്ളത്. മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കാൻ പാഞ്ഞു നടക്കുമ്പോൾ ജോലി അവരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നില്ല. മറ്റുള്ളവരുമായി സമ്പർക്കത്തിന് അവസരമുള്ള ജോലികളിലാണ് സന്തോഷം പുലരുന്നതെന്ന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഇത് ശാസ്ത്രീയമായ തെളിവില്ലെങ്കിലും നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അല്ലേ? അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും. മറ്റുള്ളവരുമായി സമ്പർക്കത്തിന് അവസരമുള്ള ജോലികളിലാണ് സന്തോഷം പുലരുന്നതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ മനഃശാസ്ത്ര പ്രൊഫസർ റോബർട്ട് വാൾഡിംഗിൽ പറഞ്ഞു. ആ അസംതൃപ്തിയും സന്തോഷവും അവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കും. മനുഷ്യനുമിടയിൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഒരു മന്ദഹാസം കൊണ്ടും നല്ല കേൾവിക്കാരായോ ആകുന്നതുകൊണ്ടും എന്തിന് ഒരു നോട്ടം കൊണ്ടുപോലും പാലം തീർക്കാം, സന്തോഷം മെനയാം. നല്ല വാക്കുകൾ കൊണ്ട് ആ പാലത്തിനരികിൽ സുന്ദരമായ പൂന്തോട്ടം ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ സന്തോഷവതിയും സന്തോഷവാന്മാരുമായിരിക്കുമ്പോൾ നമുക്ക് ആയുസ്സും ആരോഗ്യവും കൂടുകയും ശരീരത്തിൻ്റെ മനസ്സിനും ഒരു ഉന്മേഷം വരികയും ചെയ്യും എന്ന് ശാസ്ത്രീയമായ തെളിവുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കും ഇത് തെളിയിക്കുന്നതാണ്. ഒഴിവുള്ള വേളകൾ ആനന്ദവേളകളാക്കൂ, അഥവാ പണിയുള്ള സമയങ്ങളിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക.